നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവത്തിന് പോയിട്ട് അവിടെ നിന്ന് ഗുരുവായൂരപ്പൻ്റെ കഞ്ഞി കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ചേട്ടനും കൂടിയിട്ട് ഒരു 11:30 ഇപ്പോഴേക്കും അമ്പലത്തിലെത്തിയിട്ടാ. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ പോയി വരിയാണ് കേട്ടോ നിന്നത്. വരിയുടെ അവിടെ എത്തിയപ്പോൾ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോസ് ആയി, എന്നാലും നിങ്ങൾ നിന്നോ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രതീക്ഷ കൈവിടാണ്ട് ഞങ്ങൾ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് അവിടെ നിന്നു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ കഞ്ഞി കുടിക്കാൻ സാധിച്ചു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ കേട്ടോ ഈ ഒരു നല്ലൊരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയത്. ആ കഞ്ഞിയും മുതിരപ്പുഴുക്കും രസകാലനും പപ്പടവും എല്ലാം കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ കഞ്ഞി കുടിക്കാനുള്ള പ്ലാവല കുറേ ചേച്ചിമാർ ചേർന്ന് കുമ്പിള് കുത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ചേർന്നിട്ട് അവിടെ ഇലയൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ കഞ്ഞി കഴിക്കാനുള്ളത്. പിന്നെ ഓരോ സ്റ്റേജിലും ഓരോ തരം പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഗുരുവായൂരപ്പന് കാഴ്ചവെച്ചിട്ടുള്ള പച്ചക്കറികളും ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ കുറേ ഉണ്ടായിരുന്നു. ഗുരുവായൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, അവിടെ നിന്ന് പോരാൻ തോന്നില്ല കേട്ടോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് നടക്കും കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാറ് നടയിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത്. ഞാനിത് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ, നേരിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത്. അടുത്ത ദിവസത്തേക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കണേ കേട്ടോ, എല്ലാവരും ചേർന്നിട്ട് ഒത്തൊരുമയോടുകൂടി അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പ്രസിദ്ധമായിട്ടുള്ള കോൾഡ് കോഫി കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു കോൾഡ് കോഫിയാണ് കേട്ടോ പറഞ്ഞത്, ചേട്ടനാണെന്നുണ്ടെങ്കിൽ നോർമൽ കോഫിയാണ് പറഞ്ഞത്. രണ്ടും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത് സാധാരണ കോഫിക്കായിരുന്നു കേട്ടോ. കോഫി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അവർ ബെല്ലടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചേട്ടൻ അവിടെ പോയി ബെല്ലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ.